സാധാരണ നമ്മൾ വീട് റൂഫ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരു ഫ്ലോറിങ് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിരിക്കും റൂഫ് ചെയ്യുക. ആ സ്പേസ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഇതിന് ഡബിൾ ഹൈറ്റ് പ്ലാൻ ചെയ്തിട്ട് സിംഗിൾ ഫ്ലോർ കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് ഇതിൻ്റെ റൂഫിങ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇൻസൈഡ് നമ്മൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയതുകൊണ്ട് എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു. ശരിക്കും ഒരു നില വീടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും 2 നിലയുടെ സ്പേസ് ആണ് ഈ ഒരു വീടിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. റെഡിഷ് ടൈപ്പ് കളർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൈന ടൈലാണ് സെലക്ട് ചെയ്തത്. ഫ്രണ്ട് ക്ലിനിക്കിന്റെ ഭാഗം കുറച്ച് ഹൈറ്റ് കുറച്ചും ബാക്ക് സൈഡിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയും ആണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇൻസൈഡ് നമുക്ക് പൂർണ്ണമായിട്ടും അതൊരു ഹോളാക്കി എടുക്കാൻ സാധിച്ചു. ഈ കാണുന്ന പ്രോഡക്റ്റാണ് പാനൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോയിൻ്റ് ആണ് നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് പൊട്ടി കൊടുത്ത് ഫില്ല് ചെയ്യും. ഈ ഒരു കാണുന്ന തിക്നെസ് ആണ് ഇതിൻ്റെ. ഇപ്പോൾ 2 ഇഞ്ചിനും 3 ഇഞ്ചും പാനലാണ്. 1-ാം നിലയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഇഞ്ച് പാനലാണ്. ഇത് ഈ കാണുന്ന ഗ്രൂ ഇതിലേക്കാണ് നമ്മൾ അടുത്ത പാനൽ വന്ന് ഇൻസേർട്ട് ആവുക. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 700 സ്ക്വയർ ഫീറ്റ് ഏരിയ റൂഫിൻ്റെ അടിയിലേക്കായിട്ടുള്ള ഏരിയയിൽ നമുക്കത് കിട്ടി. ഇപ്പം ഈ ബാത്റൂമിൽ നമ്മളിത് എല്ലാ പാനലിൽ തന്നെ ചെയ്തേക്കാം. വിത്ത് വിൻഡോ എല്ലാം ടൈലെല്ലാം അങ്ങനെ ഒട്ടിച്ചേക്കാം. എല്ലാ ഫിക്സേഴ്സും പിടിപ്പിച്ചേക്കുന്ന സ്ക്രൂ വെച്ചിട്ടാണ്. ക്യാബിനറ്റ്സും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ബാത്റൂമിന് ഈ 2 സൈഡിൽ നിന്നും ഒരു 25 സെന്റിമീറ്റർ ഭിത്തിയുടെ കനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ സ്പേസ് വളരെ ചെറുതായി പോയത്. ബാത്റൂമിന്റെ രീതിയിലുള്ള എന്ത് പ്രോബ്ലംസും ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ ഒരു കുഴപ്പമില്ലാന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഈ ഡോർസ് എല്ലാം കൊടുക്കുന്ന ഫൈബർ ഡോറുകളാണ്. ഫൈബർ ഡോറിൽ ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്, ഡബിൾ കളർ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഏത് കോമ്പിനേഷനിലാണോ ഡോർ, ആ ഡോറിലെ ഡിസൈൻസിൽ ഇപ്പോൾ നമുക്ക് ഫൈബർ ഡോർസ് അവൈലബിൾ ആണ്. WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്, വുഡും പ്ലാസ്റ്റിക്കും മിനറൽസും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷീറ്റുകളാണ്. അറ്റ സ്ട്രെച്ചിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് ക്ലാഡ് ചെയ്ത് പോകുന്നത്. ഏകദേശം ഒരു പാനലിന് 450 രൂപ കോസ്റ്റാണ് വരിക. 85 റുപ്പീസ് ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരിക. കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലെയിൻ വിൻഡോ കൊടുക്കുന്നതിൻ്റെ കുറച്ച് ഡിസൈൻസും കൂടി മിക്സ് ചെയ്തു. ഇത് നമ്മൾ ഫിക്സഡ് ഗ്ലാസ് ആക്കി വെച്ചിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡോസുകൾ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് നമ്മൾ ചെയ്തത് WPCയും അക്രലിക് ഷീറ്റുമാണ്. ഈ അക്രലിക് ഷീറ്റ് നമ്മൾ അലുമിനിയം ചാനലിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഫിക്സഡ് ഗ്ലാസ് എല്ലാം നമ്മൾ സാധാരണ ഗ്ലാസ് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ക സൺലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടും. മൾട്ടിവുഡിലാണ് നമ്മളിതിൻ്റെ കിച്ചൺ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇത് നാനോ വൈറ്റ് ടൈൽസാണ് എൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തത്. ഇത് എല്ലാ ഫിറ്റിങ്സും നമ്മൾ എപ്കോയുടെ ഫിറ്റിങ്സുകളാണ്. നമ്മളതിൽ ടാൻഡം ബോക്സും PVCയുടെ ബോർഡുകളാണ് നമ്മൾ ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ലാമിനേറ്റ് ഒട്ടിച്ചിട്ട് നമ്മൾ തന്നെ പ്രൊഡക്ഷനിലാണ്. നമ്മൾ എൻറ്റയർ വർക്കുകളും ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ചെയ്ത് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളാണ്.